നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്ത് കാലവർഷം ശക്തമാവുകയാണ്. അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒഡീഷയിലും ഉത്തരേന്ത്യയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ അസമിലെ സ്ഥിതിയൊക്കെ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അവിടുത്തെ എത്രമാത്രം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നതൊക്കെ. തൊട്ട് പിന്നാലെയാണ് അസമിലെ ആ ദുരിത കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കവേ തന്നെയാണ് നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് പത്തനംതിട്ടയിലടക്കം ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. നമ്മളും ആ ഒരു സാഹചര്യത്തിലേക്ക് പതുക്കെ വഴുതി വീണത്. എന്തായാലും രാജ്യത്താകമാനം കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഉത്തരേന്ത്യയിലും ഒഡീഷയിലും അടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അസമിൽ മരണസംഖ്യ 87 ഉയർന്നിരിക്കുന്നു. 7 ജില്ലകളിലായി 1 ലക്ഷം ജനങ്ങളെയാണ് മഴ സാരമായി ബാധിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ ജീവിതം വളരെയധികം ദുസ്സഹമായിരിക്കുകയാണ്. നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ടായി. കാർഷിക മേഖലയും പ്രളയം സാരമായി തന്നെ ബാധിച്ചു. ഒഡീഷയിലെ 4 ജില്ലകളിൽ പ്രളയ ഭീഷണിയിലാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, ഡൽഹി, NCR എന്നിവയുൾപ്പെടെ 17 സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അനുസരിച്ച് ഡൽഹിയിലും നോയിഡയിലെ സമീപ ജില്ലകളിലും മണിക്കൂറിൽ 35 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ചിലയിടങ്ങളിൽ മൺസൂൺ ശക്തി പ്രാപിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. ഇന്ന് 4 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ടും 6 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാർ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ യെല്ലോ അലർട്ടാണ്. അതേസമയം തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി ദുർബലമായി. കേരളത്തിൽ ഓഗസ്റ്റ് 3 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 7 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത്, അതായത് രാജ്യത്തെ സംസ്ഥാനങ്ങൾ അസം, ഒഡീഷ, അതുപോലെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ കാലവർഷക്കെടുതികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകളൊക്കെ പുറത്തുവിടുന്നുണ്ട്. ഒരുപാട് ജനങ്ങളെയാണ് വല്ലാത്ത രീതിയിൽ ഇത് ബാധിച്ചിരിക്കുന്നത്. പ്രളയബാധിതർക്കായി കേരളത്തിൽ സംസ്ഥാന സർക്കാർ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും രക്ഷാ കേന്ദ്രങ്ങളും പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഭക്ഷണം, കുടിവെള്ളം, മരുന്ന്, ശുചിത്വ സാമഗ്രികൾ എന്നിവ ക്യാമ്പുകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അതേസമയം നമ്മൾ ഇനി മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാൻ പോവുകയാണ്. അതായത് 2018 പ്രളയം അത് എപ്പോഴും കേരളത്തിന് മുന്നിൽ വലിയൊരു പാഠമായിട്ട് മുന്നിലുണ്ട്. പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നൊരു കാര്യമുണ്ട്. അത് അധികൃതർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. വിശദമായ ആ റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള. ആദ്യം ചൊല്ലിക്കൊടുക്കണം, പിന്നെ തല്ലിക്കൊടുക്കണം. ഒട്ടും ഇല്ല എങ്കിൽ അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം. ചിലതൊക്കെ അങ്ങനെയാണ്. ചൊല്ലിയാലും തല്ലിയാലും എത്ര കിട്ടിയാലും പഠിക്കുകയില്ല, മനസ്സിലാകുകയില്ല. തള്ളിക്കളഞ്ഞാലോ ആ ദുരന്തവും നമ്മൾ തന്നെ പേറേണ്ടി വരും. പറഞ്ഞു വന്നത് 2018 പ്രളയത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലടക്കമുണ്ടായ വെള്ളപ്പൊക്കത്തെയും കുറിച്ചുമാണ്. അതായത് 2018 വലിയ പ്രളയം അതൊരു വലിയ പാഠമാണ്. പക്ഷെ അതിൽ നിന്നും ആ ഒരു സംഭവം ഉണ്ടായിട്ടും ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ എടുക്കാതെ അധികൃത ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ദിവസത്തെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ കേരളത്തെ വിഴുങ്ങിയ പ്രളയത്തിൽ നിന്ന് കേരളം ഒന്നും ഇതുവരെ പഠിച്ചില്ല എന്ന് വ്യക്തം. ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും യാതൊരു മുന്നൊരുക്കവും ഈ മഴക്കാലത്തും എടുത്തിരുന്നില്ല. ഉണ്ടായ ഗുരുതര വീഴ്ചയ്ക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. 2018-2019 വർഷങ്ങളിലെ വൻ പ്രളയത്തിൻ്റെ കാരണങ്ങൾ, വെള്ളം ക്രമാതീതമായി കയറിയ സ്ഥലങ്ങൾ, പെയ്ത മഴയുടെ തോത്, വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ, നദികളിൽ അടിഞ്ഞ മണ്ണിൻ്റെ അളവ് എന്നിവയെക്കുറിച്ച് എന്ത് കണക്കാണ് സംസ്ഥാനത്തിൻ്റെ പക്കലുള്ളത് എന്ന ചോദ്യമാണ് നിലവിൽ ബാക്കിയാകുന്നത്. 2018 പ്രളയത്തിന് ശേഷം എന്തെങ്കിലും തയ്യാറെടുപ്പോ മുൻകരുതലോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കൃത്യമായ കണക്കുകൾ കൈവശമില്ല. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യത്തെ അത്
സാരമായി ബാധിക്കുകയും ചെയ്തു. മുൻ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ശാസ്ത്രീയ പഠനങ്ങളും കണക്കുകളും ദുരന്ത നിവാരണത്തിന് അനിവാര്യമായെന്നിരിക്കെ അതിനായി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ പത്തനംതിട്ടയിൽ അടക്കമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും പരിസ്ഥിതി വിദഗ്ധർ അടക്കം ചോദിക്കുന്നുണ്ട്. കണക്കുകളും പഠന റിപ്പോർട്ടുകളും പ്രാദേശിക തലത്തിലേക്ക് കൈമാറി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരുന്നതാണ്. അത് ചെയ്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് മുൻപ് പ്രളയമുണ്ടായ അതേ സ്ഥലങ്ങൾ തന്നെ വീണ്ടും മുങ്ങാൻ കാരണമായത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഇപ്പോഴും അവിടെ പലയിടത്തും വെള്ളം താഴ്ന്നിട്ടില്ല. വലിയൊരു പാഠമായിട്ട് ഇപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. 2018 പ്രളയമുണ്ടായത്. അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെയും ആ 2018 പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച ഇടങ്ങളൊന്ന് റാന്നിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ആ മഴ പെയ്തിറങ്ങി ഒരൊറ്റ രാത്രി കൊണ്ട് വീണ്ടും മുങ്ങിയത്. ജനങ്ങളൊക്കെ അവരുടെ വീടുകളൊക്കെ വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം ഉണ്ടായി. നഷ്ടം ആർക്കാണ്? ആ ജനങ്ങൾക്ക് മാത്രമാണ്. എത്രയോ പേരുടെ വീടുകളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടത്. ഈ വെള്ളം അങ്ങ് ഇറങ്ങുമായിരിക്കും, പക്ഷെ വെള്ളം ഇറങ്ങി ആ വീട്ടിലേക്ക് പോകുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തായാലും ആ പ്രദേശം വീണ്ടും മുങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് വീണ്ടും അത്തരത്തിൽ 2018 അതേ സംഭവം ആവർത്തിക്കുമ്പോൾ എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ആർക്കാണ് വീഴ്ച സംഭവിച്ചതെന്നൊക്കെ ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. റിവർ ഫോർ റൂം എന്നൊക്കെ പറഞ്ഞു എവിടെയാണെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അധികൃതർക്ക്, മുൻ സർക്കാരിലെ വ്യക്തികൾക്കൊന്നും മറുപടിയില്ല. ഇപ്പോഴത്തെ സർക്കാരും നമുക്കറിയാവുന്നതുപോലെ തന്നെ അധികൃതർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെന്തായാലും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ റാന്നിയിലടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൊല്ലിയാലും തല്ലിയാലും പഠിച്ചിട്ടില്ല എങ്കിൽ തള്ളിക്കളയുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടം വരുന്ന സാധാരണക്കാരായ ജനങ്ങളാകേണ്ടി വരും. എന്തായാലും മുന്നറിയിപ്പോൾ ഗൗരവത്തിൽ എടുത്തിട്ടില്ല അല്ലെങ്കിൽ പഠിച്ച പാഠങ്ങളിൽ നിന്നും യാതൊരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ല എന്നതിനൊക്കെ ഉദാഹരണമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ കാഴ്ച മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ അലേർട്ട് നൽകുന്നതിൽ വീഴ്ചകൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ ഗൗരവത്തിലായില്ല. വെള്ളിയാഴ്ച ജില്ലയിൽ ചുവപ്പ് ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിലും വേണ്ടത്ര മുന്നറിയിപ്പുകളോ ജാഗ്രതാ നിർദ്ദേശമോ നൽകിയിരുന്നില്ല. വൈകിട്ടോടെയാണ് മഴ ശക്തമായത്. വ്യാഴാഴ്ച ജില്ലാ കളക്ടർമാർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നും നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും റവന്യൂ മന്ത്രി അടക്കമുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിയോ ജില്ലാ ഭരണകൂടമോ ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടിയില്ല. സാധാരണ കിട്ടുന്ന മഴയേക്കാൾ കുറവാണ് ഇത്തവണ കിട്ടിയെന്നതിനാൽ നദികളും നീരുറവകളും വറ്റി വരേണ്ട സാഹചര്യം മുൻനിർത്തി പെട്ടെന്നൊരു പ്രളയം അധികൃതരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ എന്ന ചോദ്യം ഉയരും. പക്ഷേ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവർ അതിൻ്റെ ഒരു നഷ്ടമൊക്കെ പേറേണ്ടി വരും. അതേസമയം പമ്പയിൽ ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാലും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാലും സുരക്ഷ മുൻനിർത്തി നിറപുത്തിരി ചടങ്ങിനായി തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശമൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിരുന്നു. അതേസമയം പമ്പ ചെറുകിട ജലസേചന പദ്ധതിയുടെ മണിയാർ സംഭരണി തുറന്നിട്ടത് പമ്പ നദിയിൽ വെള്ളം ഉയർന്ന് മിന്നൽ പ്രളയത്തിന് കാരണമായി എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ജനുവരി മുതൽ ജലസേചന വകുപ്പിന്റെ മണിയാർ സംഭരണി തുറന്നിരിക്കുകയാണ്. വേനൽക്കാലത്ത് വെള്ളം ഒഴുക്കിവിട്ട ശേഷം സംഭരണിയുടെ ഷട്ടർ അടച്ചിട്ടില്ല. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം നേരെ പമ്പ നദിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഷട്ടറുകൾ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കഴിഞ്ഞിട്ടുമില്ല. മഴ ശക്തമാകുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതയും പരിഗണിക്കപ്പെട്ടിരുന്നില്ല.